നമസ്കാരം. ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. ശമ്പള പരിഷ്കരണം നടപ്പാക്കാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് ആലപ്പുഴ പത്തനംതിട്ട കമ്മിറ്റികളുടെ സംയുക്താഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. മുൻ എംഎൽഎയും KPCC ജനറൽ സെക്രട്ടറിയുമായ എ ഷുക്കൂർ പ്രതിഷേധ ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ആധുനിക ഹിന്ദി ഉറുദു സാഹിത്യത്തിലെ പ്രമുഖ സാഹിത്യകാരന്മാരിൽ ഒരാളായ മുൻഷി പ്രേംചന്ദിന്റെ ജയന്തി ആഘോഷവും സാഹിത്യ മത്സര വിജയികൾക്കുള്ള ഉപഹാര സമർപ്പണ ചടങ്ങും സംഘടിപ്പിച്ചു. ആലപ്പുഴ ലജ്നത്തുൽ മുഹമ്മദിയ ഹയർ സെക്കൻഡറി സ്കൂൾ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി കേരള യൂണിവേഴ്സിറ്റി മുൻ പ്രൊഫസറും ഡീനുമായിരുന്ന ഡോക്ടർ VPM മേത്തർ ഉദ്ഘാടനം ചെയ്തു. അവശ്യ വസ്തുക്കളുടെ വിലക്കയറ്റത്തിൽ പ്രതിഷേധിച്ച് ഭാരതീയ ജനതാ മഹിളാ മോർച്ചയുടെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റ് പടിക്കൽ പ്രതിഷേധ ധർണ നടത്തി. BJP ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ പ്രതിഷേധ ധർണയുടെ ഉദ്ഘാടനം നടത്തി. SNDP യോഗം അമ്പലപ്പുഴ യൂണിയൻ വനിതാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ നേതൃത്വ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. കാളാത്ത് 298 നമ്പർ ശാഖ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി SN ട്രസ്റ്റ് ബോർഡ് മെമ്പർ പ്രീതി നടേശൻ ഉദ്ഘാടനം ചെയ്തു. കേരള വാട്ടർ അതോറിറ്റി പെൻഷൻ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും തുടർന്ന് ധർണയും നടത്തി. ഛത്തീസ്ഗഡിൽ അകാരണമായി തടങ്കലിൽ വെച്ച ക്രൈസ്തവ സന്യാസികളെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് കത്തോലിക്ക കോൺഗ്രസ് ആലപ്പുഴ ഫെറോന സമിതിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ റാലിയും ധർണയും നടത്തി. ഇരുമ്പ് പാലത്തിന് സമീപം പോസ്റ്റ് ഓഫീസിന് മുന്നിലായിരുന്നു പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. വാർത്തകൾ വിശദമായി. ശമ്പള പരിഷ്കരണം നടപ്പാക്കാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് ആലപ്പുഴ പത്തനംതിട്ട കമ്മിറ്റികളുടെ സംയുക്താഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. മുൻ എംഎൽഎയും KPCC ജനറൽ സെക്രട്ടറിയുമായ എ ഷുക്കൂർ പ്രതിഷേധ ധർണയുടെ ഉദ്ഘാടനം നടത്തി. കാലാവധി കഴിഞ്ഞ് 40 മാസം പിന്നിട്ട ശമ്പള പരിഷ്കരണം നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് ആലപ്പുഴ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റികളുടെ സംയുക്താഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ആലപ്പുഴ ഇരുമ്പുപാലത്തിന് സമീപം റീജിയണൽ ഓഫീസിന് മുൻപിൽ സംഘടിപ്പിച്ച ധർണ KPCC ജനറൽ സെക്രട്ടറിയും മുൻ എംഎൽഎയുമായ എ ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു. 11 വർഷക്കാലത്തെ ചരിത്രം നമ്മൾ എടുക്കുമ്പോൾ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് ഇതെല്ലാം വിട്ടു തുലക്കുകയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നവരത്ന സ്ഥാപനങ്ങളെ പോലെ അതിന് തത്തുല്യമായ മറ്റിതര പൊതുമേഖലാ സ്ഥാപനങ്ങൾ, എന്തിനധികം പറയുന്നു വിമാനത്താവളങ്ങളും റെയിൽവേ സ്റ്റേഷനുകളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളും വിട്ടുതുലച്ച് സ്വകാര്യ മേഖലയ്ക്ക് അടിയറവ് വെക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നു. എംപ്ലോയീസ് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് P മണിക്കുട്ടൻ നായർ ധർണയിൽ അധ്യക്ഷത വഹിച്ചു. AITUC ജില്ലാ സെക്രട്ടറി DP മധു മുഖ്യപ്രഭാഷണം നടത്തി. യോഗത്തിൽ EV പ്രമോദ്, H ഷബീന, K രാജീവൻ, K ശശീന്ദ്രൻ, വടുവള്ളി രാധാകൃഷ്ണക്കുറുപ്പ്, KG അജിത് കുമാർ, സുനിൽ K ബേബി, S അമ്പളി, PR രാജേഷ് കുമാർ, K ഷൈജു, MJ ജേക്കബ്, V വിനോദ് കുമാർ, B സുരേഷ് കുമാർ, K സേതുനാഥ് എന്നിവർ സംസാരിച്ചു. S സോയാമോൾ, അലക്സ് ഫിലിപ്പ്, M നൗഫൽ, S ബിന്ദു, സജിത, ഭാഗ്യലക്ഷ്മി എന്നിവർ ധർണയ്ക്ക് നേതൃത്വം നൽകി. ആധുനിക ഹിന്ദി ഉറുദു സാഹിത്യത്തിലെ പ്രമുഖ സാഹിത്യകാരന്മാരിൽ ഒരാളായ മുൻഷി പ്രേംചന്ദിന്റെ ജയന്തി ആഘോഷവും സാഹിത്യ മത്സര വിജയികൾക്കുള്ള ഉപഹാര സമർപ്പണ ചടങ്ങും സംഘടിപ്പിച്ചു. ആലപ്പുഴ ലജ്നത്തുൽ മുഹമ്മദിയ ഹയർ സെക്കൻഡറി സ്കൂൾ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി കേരള യൂണിവേഴ്സിറ്റി മുൻ പ്രൊഫസറും ഡീനുമായിരുന്ന ഡോക്ടർ VPM മേത്തർ ഉദ്ഘാടനം ചെയ്തു. ആധുനിക ഹിന്ദി ഉറുദു സാഹിത്യത്തിലെ പ്രമുഖ സാഹിത്യകാരന്മാരിൽ ഒരാളായ മുൻഷി പ്രേംചന്ദിന്റെ ജയന്തി ആഘോഷവും സാഹിത്യ മത്സര വിജയികൾക്കുള്ള ഉപഹാര സമർപ്പണ ചടങ്ങും സംഘടിപ്പിച്ചു. ആലപ്പുഴ ലജ്നത്തുൽ മുഹമ്മദിയ ഹയർ സെക്കൻഡറി സ്കൂൾ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി കേരള യൂണിവേഴ്സിറ്റി മുൻ പ്രൊഫസറും ഡീനുമായിരുന്ന ഡോക്ടർ VPM മേത്തർ ഉദ്ഘാടനം ചെയ്തു. ആദ്യ വിദ്യാഭ്യാസം ഒരു മദ്രസയിലായിരുന്നു. അക്കാലത്ത് മദ്രസകളിൽ മൗലവിമാരാണ് ഏറ്റവും നന്നായിട്ട് ഉറുദുവും അതുപോലെ പേർഷ്യനും പഠിപ്പിച്ചിരുന്നത്. ഹിന്ദി ഭാഷയുടെ അർത്ഥത്തിൽ 1900 ഉണ്ടാകുന്നു അല്ല കേട്ടോ, തെറ്റിദ്ധാരണയാണൊക്കെ. 1325 50 അമീർ ഖുസ്രോയാണ് ഹിന്ദിയിലെ ആദ്യത്തെ കവി തന്നെ. ഖുസ്രോയാണ് ഹിന്ദി എന്നുള്ള പേര് ഹിന്ദി, ഹിന്ദുജി എന്നൊക്കെയാണ് വിളിച്ചിരുന്നത്. ഏതാണ്ട് 10-11 പേര് ഹിന്ദിക്കുണ്ട്. അമീർ ഖുസ്രോ യഥാർത്ഥത്തിൽ പേർഷ്യനിൽ എഴുതിയ ആളാണ്. പക്ഷേ അദ്ദേഹം തമാശയ്ക്ക് എഴുതിയതാണ് ഹിന്ദിയിലുള്ള അദ്ദേഹത്തിന്റെ കവിതകൾ. വളരെ രസകരമായിട്ടുള്ളതാണ്. സ്കൂൾ മാനേജർ AM നസീർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു.
ലജനത്തുൽ മുഹമ്മദിയ സെക്രട്ടറി ഫൈസൽ ഷംസുദ്ദീൻ, PTA പ്രസിഡന്റ് ഷാജി ജമാൽ, അധ്യാപകരായ മുഹമ്മദ് ഹാഫിസ്, ഹസീന അമാൻ, PI ഫൗസിയ, G അമ്പിളി, A ഹന്നത്ത് എന്നിവർ സംസാരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ അഷ്റഫ് കുഞ്ഞാശാൻ ചടങ്ങിന് സ്വാഗതവും ഹെഡ്മിസ്ട്രസ് E സീന നന്ദിയും പറഞ്ഞു. ഉദ്ഘാടന യോഗത്തെ തുടർന്ന് കവി മുഹമ്മദ് ഷബീറിനെ ആദരിച്ചു. അവശ്യവസ്തുക്കളുടെ വിലക്കയറ്റത്തിൽ പ്രതിഷേധിച്ച് ഭാരതീയ ജനതാ മഹിളാ മോർച്ചയുടെ ആഭിമുഖ്യത്തിൽ കളക്ട്രേറ്റ് പടിക്കൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. BJP ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ പ്രതിഷേധ ധർണയുടെ ഉദ്ഘാടനം നടത്തി. അവശ്യവസ്തുക്കളുടെ വില ഇരട്ടിയോളം വർദ്ധിച്ചിട്ടും സർക്കാരിന്റെ അനങ്ങാപ്പാറ നയം മൂലം സാധാരണക്കാരന് ഈ നാട്ടിൽ ജീവിതം ദുസ്സഹമായിരിക്കുകയാണെന്നും പിണറായി ഭരണം നാടിന് അപകടമായി മാറിയെന്നും BJP ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ അഭിപ്രായപ്പെട്ടു. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിൽ പ്രതിഷേധിച്ച് ഭാരതീയ ജനതാ മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ കളക്ട്രേറ്റിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നെൽകർഷകർ മുഴുവൻ നെട്ടോട്ട് ഓടുകയാണ്. 4-5 മാസമായി അവർ നെല്ല് കൊടുത്തിട്ട്, അവരുടെ നെല്ല് സംഭരിച്ചിട്ട് അവർ ബാങ്കുകൾ കയറി ഇറങ്ങി നടക്കുകയാണ്. കടം വാങ്ങി പണം ചെലവഴിച്ച് കൃഷി ചെയ്ത കർഷകർ അവരിന്ന് ബാങ്കിൽ പോയി കടം വാങ്ങിച്ചാണ് അവർ കൊടുത്ത നെല്ല് അത്യധ്വാനം ചെയ്ത് മണ്ണിൽ പണിയെടുത്ത് ഉണ്ടാക്കിയ വിള, ആ നെല്ലിൻ്റെ വില കിട്ടാൻ അവർ ബാങ്കിൽ പോയി നിൽക്കുകയാണ്. ആ ബാങ്ക് കൊടുക്കുന്നതും വായ്പയായിട്ടാണ്. വായ്പ വാങ്ങി കൃഷി ചെയ്ത കർഷകൻ അവൻ കൊടുത്ത നെല്ലിൻ്റെ വില അതും വായ്പയായിട്ടാണ് കിട്ടുന്നത്. അപ്പം 2 ഊരാ കൊടുക്കലാണ് അവൻ ചെന്ന് വിടുന്നത്. ഇത് കേരളത്തിലല്ലാതെ വേറെ എവിടെയാണ് ഇത് സംഭവിക്കുക? BJP ജില്ലാ ഉപാധ്യക്ഷ ബിന്ദു വിനയകുമാർ ധർണയിൽ അധ്യക്ഷത വഹിച്ചു. BJP ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് PK ബിനോയ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ അരുൺ അനിരുദ്ധൻ, വിമൽ രവീന്ദ്രൻ, R ഉണ്ണികൃഷ്ണൻ, ഷെൽമ സുരേഷ്, സന്ധ്യ സുരേഷ്, അഡ്വക്കേറ്റ് NS സന്ധ്യ എന്നിവർ സംസാരിച്ചു. SNDP യോഗം അമ്പലപ്പുഴ യൂണിയൻ വനിതാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ നേതൃത്വ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. കാളാത്ത് 298 നമ്പർ ശാഖാ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി SN ട്രസ്റ്റ് ബോർഡ് മെമ്പർ പ്രീതി നടേശൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന എല്ലാ തിന്മകൾക്കും പരിഹാരം പ്രാർത്ഥനയും ഗുരുദേവ ദർശനവുമാണെന്ന് SN ട്രസ്റ്റ് ബോർഡ് അംഗം പ്രീതി നടേശൻ അഭിപ്രായപ്പെട്ടു. കാളാത്ത് 298 നമ്പർ SNDP ഹാളിൽ സംഘടിപ്പിച്ച SNDP യോഗം അമ്പലപ്പുഴ യൂണിയൻ വനിതാ സംഘം ഏകദിന നേതൃത്വ പരിശീലന ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. പുതിയ കാലഘട്ടത്തിൽ കുട്ടികളും മാതാപിതാക്കളുമായി സംസാരിക്കുന്നത് തീരെ കുറവാണ്. കുട്ടികളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ ആളുകളില്ല. ഇതിന് പരിഹാരമായി അവർ കാണുന്ന മാർഗം ആത്മഹത്യയാണ്. ഇത് വളരെ ഗൗരവമായി കാണണമെന്നും പ്രീതി നടേശൻ അഭിപ്രായപ്പെട്ടു. ഒരു മക്കൾ, ഒരു മോള്, ഒരു മോന്, കുഞ്ഞുങ്ങളും അമ്മമാരും അച്ഛന്മാരുമായിട്ട് സംസാരിക്കാൻ പോലും ഇപ്പം നേരെയില്ല. എല്ലാവർക്കും ഭയങ്കര സമയമില്ല. മക്കൾക്ക് സമയമില്ല, അച്ഛന് സമയമില്ല, മകൾക്ക് സമയമില്ല. അവരുടെ എന്തെങ്കിലും ഒരു പ്രശ്നം കേൾക്കാൻ പോലും ആളില്ല. അതാണ് ഇന്നത്തെ തലമുറയ്ക്കുള്ള പ്രശ്നം. പണ്ട് അങ്ങനെയല്ല. ഞങ്ങളൊക്കെ വളർന്നു വരുന്ന സമയത്ത് നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നത് വരെ എന്ത് ചെയ്യുന്നു കേൾക്കാനായിട്ട് അവിടെ അമ്മൂമ്മ കാണും, അപ്പച്ചിമാർ കാണും, അല്ലെങ്കിൽ കുഞ്ഞമ്മമാർ കാണും, ആരെങ്കിലും കുടുംബത്തിലെ ഒരാൾ കാണും. അല്ലെങ്കിൽ അത് കേൾക്കുകയും അതിന് പരിഹാരം പറയാനുമുണ്ട്. ഇപ്പം ക്ലാസ്സിൽ ചെന്ന് എല്ലാ ദിവസവും നമുക്ക് മാർക്ക് കൂടുതൽ കിട്ടത്തില്ല. ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നം സ്കൂളിൽ പോയപ്പോൾ ഉണ്ടായി, അത് വീട്ടിൽ വന്നൊന്ന് പകർന്ന് എന്ന് പറഞ്ഞ് ആ സങ്കടം ഒന്ന് തീർക്കാൻ പോലും ഇന്ന് രക്ഷയില്ല. സംഘടനാ പ്രവർത്തനത്തിൽ വനിതകളുടെ പങ്കെന്ന വിഷയത്തിൽ ചങ്ങനാശ്ശേരി യൂണിയൻ സെക്രട്ടറി സുരേഷ് പരമേശ്വരനും ശ്രീനാരായണ ദർശനത്തിൽ അധിഷ്ഠിതമായ കുടുംബജീവിതം എന്ന വിഷയത്തെ ആസ്പദമാക്കി യോഗം കൗൺസിലർ ES ഷീബയും ക്ലാസ് എടുത്തു. വനിതാ സംഘം യൂണിയൻ പ്രസിഡന്റ് ഇന്ദു വിനോദ് അധ്യക്ഷത വഹിച്ചു. അമ്പലപ്പുഴ SNDP യൂണിയൻ പ്രസിഡന്റ് P ഹരിദാസ്, സെക്രട്ടറി KN പ്രേമാനന്ദൻ, വൈസ് പ്രസിഡന്റ് B രഘുനാഥ്, യോഗം ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ PV സാനു, AK രംഗരാജൻ, യൂണിയൻ കൗൺസിലർമാരായ M രാജേഷ്, VR വിദ്യാധരൻ, G രാജേഷ്, ശാഖാ പ്രസിഡന്റ് ശാന്തപ്പൻ, സെക്രട്ടറി മണിയപ്പൻ, വനിതാ സംഘം സെക്രട്ടറി G ജെമിനി, ജോയിന്റ് സെക്രട്ടറി ശോഭന അശോക് കുമാർ എന്നിവർ സംസാരിച്ചു. കേരള വാട്ടർ അതോറിറ്റി പെൻഷൻ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് മാർച്ചും തുടർന്ന് പ്രതിഷേധ ധർണയും നടത്തി.
കേരള വാട്ടർ അതോറിറ്റി പെൻഷൻ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ വഴിച്ചേരി വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് മാർച്ചും തുടർന്ന് പ്രതിഷേധ ധർണയും നടത്തി. പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കണമെന്നതടക്കം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. കുടിശ്ശികയായ സാമ്പത്തിക ആനുകൂല്യങ്ങൾ അനുവദിക്കുക, സർക്കാർ തിരിച്ചെടുത്ത റവന്യൂ വരുമാനം തിരിച്ചു നൽകുക, നോൺ പ്ലാൻ ഗ്രാൻഡ് ബഡ്ജറ്റിൽ അനുവദിച്ച കുടിശ്ശിക അനുവദിക്കുക, അതോറിറ്റിയുടെ പെൻഷൻ ബാധ്യത സർക്കാർ ഏറ്റെടുക്കുക എന്നീ ആവശ്യങ്ങളും പ്രതിഷേധ മാർച്ചിലും ധർണയിലും ഉന്നയിച്ചു. കേരള വാട്ടർ അതോറിറ്റി പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ, പെൻഷനേഴ്സ് അസോസിയേഷൻ, പെൻഷനേഴ്സ് കോൺഗ്രസ്, റിട്ടയർഡ് എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ എന്നീ സംഘടനകളുടെ സംയുക്ത നേതൃത്വത്തിലാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. ആലപ്പുഴ വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റ് പി മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഇന്നിപ്പം 5.4 ലക്ഷത്തോളം വരുന്ന സർക്കാർ പെൻഷൻകാരുണ്ട്. KSRTCയിൽ നോക്കിക്കഴിഞ്ഞാൽ 44,000-ഓളം വരുന്ന പെൻഷൻകാരുണ്ട്. KSEBയിൽ 32,000-ഓളം വരുന്ന പെൻഷൻകാരുണ്ട്. നമ്മുടെ മേഖലയിൽ 10,000 ഉണ്ട്. അപ്പൊ ഇന്ന് മൊത്തത്തിൽ നമ്മൾ കേരളത്തിൽ എടുത്തു കഴിഞ്ഞാൽ ആ പെൻഷൻ പരിഷ്കരണം നടപ്പാക്കേണ്ട കാലഘട്ടങ്ങളിൽ നടപ്പാക്കിയില്ല എങ്കിൽ ആരുടെ ഭാഗത്താണോ വീഴ്ച, എവിടുന്നാണോ? പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് KG ഭാസ്കരൻ മുഖ്യപ്രഭാഷണം നടത്തി. വാട്ടർ അതോറിറ്റി റിട്ടയർഡ് എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ചന്ദ്രശേഖരൻ നായർ ധർണയിൽ അധ്യക്ഷത വഹിച്ചു. പെൻഷനേഴ്സ് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി AM യൂസഫ്, KS ജനാർദ്ദനൻ പിള്ള, NN ശശിധരൻ, മോഹൻദാസ് M ദേവരാജൻ എന്നിവർ സംസാരിച്ചു. ഛത്തീസ്ഗഡിൽ അകാരണമായി തടങ്കലിൽ വെച്ച ക്രൈസ്തവ സന്യാസികളെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് കത്തോലിക്ക കോൺഗ്രസ് ആലപ്പുഴ ഫെറോന സമിതിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ റാലിയും ധർണയും സംഘടിപ്പിച്ചു. ഇരുമ്പ് പാലത്തിന് സമീപം പോസ്റ്റ് ഓഫീസിന് മുന്നിലായിരുന്നു പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. ഛത്തീസ്ഗഡിൽ അകാരണമായി തടങ്കലിൽ വെച്ച് മനുഷ്യക്കടത്തും മതപരിവർത്തനവും ആരോപിച്ച് ജയിലിലടച്ച ക്രൈസ്തവ സന്യാസികളെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കത്തോലിക്ക കോൺഗ്രസ് ആലപ്പുഴ ഫെറോന സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലിയും ധർണയും നടത്തി. ആലപ്പുഴ സീറോ ജംഗ്ഷനിലെ ക്വിറ്റ് ഇന്ത്യ സ്മാരകത്തിന് മുന്നിൽ നിന്നും ആരംഭിച്ച റാലി ഇരുമ്പ് പാലത്തിന് സമീപം പോസ്റ്റ് ഓഫീസിന് മുന്നിൽ അവസാനിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ ആലപ്പുഴ ഫെറോന വികാരി റവറന്റ് ഫാദർ മാത്യു നടുമുഖത്ത് ഉദ്ഘാടനം ചെയ്തു. ഭരണഘടനയെ തൊട്ട് സത്യം ചെയ്ത ഭരണാധികാരികൾക്ക് ഉത്തരവാദിത്തമുണ്ട്. അത് നിർവഹിക്കാതിരിക്കുമ്പോൾ അവർ തങ്ങളുടെ കടമയിൽ നിന്നും ഉത്തരവാദിത്തങ്ങളിൽ നിന്നും വീഴ്ച വരുത്തുകയാണ് ചെയ്യുക. അങ്ങനെയുള്ളവര് ഭരണത്തിൽ തുടരുവാനായിട്ട് അവർക്ക് അവകാശമില്ല. ഭരണഘടനാ ലംഘനമാണ് ഇവിടെ നടന്നിരിക്കുക. ഒരു മതത്തിൽ വിശ്വസിക്കുവാനായിട്ട് ഈ ഭാരതത്തിലെ എല്ലാ മനുഷ്യർക്കും അവകാശമുള്ളതുപോലെ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആശയങ്ങൾ പ്രചരിപ്പിക്കുവാനായിട്ട് ഭരണഘടന അനുശാസിക്കുന്ന വിധത്തിൽ ജീവിക്കുവാനായിട്ട് എല്ലാവർക്കും സ്വാതന്ത്ര്യമുള്ളതുപോലെ. ആലപ്പുഴ ഫെറോന പ്രസിഡന്റ് ദേവസ്യ പുളിക്കാശ്ശേരി ധർണയിൽ അധ്യക്ഷത വഹിച്ചു. ഫെറോന ഡയറക്ടർ റവറന്റ് ഫാദർ തോമസ് ഇരുമ്പുകുത്തി ആമുഖ സന്ദേശം നൽകി. അതിരൂപത സെക്രട്ടറി സെബാസ്റ്റ്യൻ വർഗീസ്, ജെസ്സി ആന്റണി, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ടോമിച്ചൻ മേത്തശ്ശേരി, ടോമി കടവിൽ, C മാർഗരറ്റ്, C ഡാലിയ, യൂണിറ്റ് പ്രസിഡന്റുമാരായ ബിനൂസ് കറിയ, അനിൽ മാത്യു, ടോമി കല്ലറക്കൽ, ബേബി പാറക്കാടൻ, റോയ് വേലിക്കെട്ടിൽ, സിബി ഫിലിപ്പ് എന്നിവർ സംസാരിച്ചു. ഫെറോന ജനറൽ സെക്രട്ടറി ഷാജി പോൾ ധർണയ്ക്ക് സ്വാഗതവും ട്രഷറർ ജോഷി നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശമ്പള പരിഷ്കരണം നടപ്പാക്കാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് ആലപ്പുഴ പത്തനംതിട്ട കമ്മിറ്റികളുടെ സംയുക്താഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. മുൻ MLAയും KPCC ജനറൽ സെക്രട്ടറിയുമായ A ഷുക്കൂർ പ്രതിഷേധ ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ആധുനിക ഹിന്ദി ഉറുദു സാഹിത്യത്തിലെ പ്രമുഖ സാഹിത്യകാരന്മാരിൽ ഒരാളായ മുൻഷി പ്രേംചന്ദിന്റെ ജയന്തി ആഘോഷവും സാഹിത്യ മത്സര വിജയികൾക്കുള്ള ഉപഹാര സമർപ്പണ ചടങ്ങും സംഘടിപ്പിച്ചു. ആലപ്പുഴ ലജ്നത്തുൽ മുഹമ്മദിയ ഹയർ സെക്കൻഡറി സ്കൂൾ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി കേരള യൂണിവേഴ്സിറ്റി മുൻ പ്രൊഫസറും ഡീനുമായിരുന്ന ഡോക്ടർ VPM മേത്തർ ഉദ്ഘാടനം ചെയ്തു. അവശ്യവസ്തുക്കളുടെ വിലക്കയറ്റത്തിൽ പ്രതിഷേധിച്ച് ഭാരതീയ ജനതാ മഹിളാ മോർച്ചയുടെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റ് പടിക്കൽ പ്രതിഷേധ ധർണ നടത്തി. BJP ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ പ്രതിഷേധ ധർണയുടെ ഉദ്ഘാടനം നടത്തി. SNDP യോഗം അമ്പലപ്പുഴ യൂണിയൻ വനിതാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ നേതൃത്വ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. കാളാത്ത് 298 നമ്പർ ശാഖാ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി SN ട്രസ്റ്റ് ബോർഡ് മെമ്പർ പ്രീതി നടേശൻ ഉദ്ഘാടനം ചെയ്തു.
കേരള വാട്ടർ അതോറിറ്റി പെൻഷൻ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും തുടർന്ന് ധർണയും നടത്തി. ഛത്തീസ്ഗഡിൽ അകാരണമായി തടങ്കലിൽ വെച്ച ക്രൈസ്തവ സന്യാസികളെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് കത്തോലിക്ക കോൺഗ്രസ് ആലപ്പുഴ ഫെറോന സമിതിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ റാലിയും ധർണയും നടത്തി. ഇരുമ്പ് പാലത്തിന് സമീപം പോസ്റ്റ് ഓഫീസിന് മുന്നിലായിരുന്നു പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.